തിരുവനന്തപുരം പാളയം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. മുറിയുടെ വാതിൽ പൊളിച്ച് അകത്ത് കടന്നായിരുന്നു പരിശോധന. തമിഴ്നാട് സ്വദേശികളായ 2 പേരുടെ മുറിയിൽ നിന്നാണ് 20 ഗ്രാം ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. എന്നാൽ വാർത്തകൾ തള്ളി SFI രംഗത്തെത്തിയിട്ടുണ്ട്. SFI അനാവശ്യമായി സംശയനിഴലിൽ നിർത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചത്. ഇത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലാണ്. ഇത് കേരള യൂണിവേഴ്സിറ്റിക്കകത്തെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹോസ്റ്റലാണ്. ഇതിനകത്ത് ചിലപ്പോൾ VTMNSലെ വിദ്യാർത്ഥികളുണ്ടാവും, KNMലെ വിദ്യാർത്ഥികളുണ്ടാവും, യൂണിവേഴ്സിറ്റി കോളേജിലുണ്ടാവും. അങ്ങനെ കേരള യൂണിവേഴ്സിറ്റിക്കുള്ള വിവിധങ്ങളായ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലാണ്, യൂണിവേഴ്സിറ്റി ഹോസ്റ്റലാണ്. ഇതിനകത്ത് SFIക്കാർ മാത്രമല്ല താമസിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള വിവിധ സംഘടനകൾ വിശ്വസിക്കുന്ന പ്രവർത്തകരായ നേതൃത്വത്തിലുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. ഇതിനകത്ത് നടന്നിട്ടുള്ള റെയ്ഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്ത് നിലവിൽ ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് സംശയാസ്പദമായി 2 ആളുകളെ കഴിഞ്ഞ ദിവസം നമ്മൾ പോലീസിനെ, നിലവിൽ മ്യൂസിയം പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ SFI സഖാക്കൾ പറഞ്ഞിട്ട് ഞങ്ങളടക്കം വന്ന് പോലീസിനെ പിടിച്ച് ഏൽപ്പിച്ച് ഇങ്ങനെ ഇത് പരിശോധിക്കപ്പെടണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഒരു രൂപത്തിലുള്ളത് ഇനി ആര് തന്നെ ആയാലും, നിലവിൽ SFI പ്രവർത്തകൻ എന്നൊക്കെ പല മാധ്യമങ്ങൾക്കകത്തും സൂചിപ്പിക്കുന്നതിലുണ്ടായി. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് SFI പ്രവർത്തകൻ എന്ന് മാധ്യമങ്ങൾ പറയാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്? അത് ഏത് രൂപത്തിലേക്കാണ് SFI പ്രവർത്തകൻ എന്ന് പറയുന്നുണ്ടായിട്ടുള്ളത്? ഏത് റൂമിനകത്ത് നിന്നാണ്, അല്ലെങ്കിൽ ഏത് ആളുകളെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ളത് എന്ന് എന്ത് കൺഫർമേഷനാണ് നിലവിലെ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്? അപ്പോഴും പറയുകയാണ് SFI ആണ്, SFIയുടെ ഹോസ്റ്റലാണ്, SFIയുടെ നേതൃത്വത്തിലുള്ള ഹോസ്റ്റലാണ് എന്ന്. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ഡാൻ, ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കളമശ്ശേരി പോളി ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ കേസിൽ അന്നും ആദ്യം SFI ഇതുപോലെ ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്തെത്തിയതാണ്. ഇപ്പോൾ തിരുവനന്തപുരം പാളയം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടുന്നു. തൊട്ടു പിന്നാലെ SFIയുടെ ജില്ലാ സെക്രട്ടറി തന്നെ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്തെത്തുന്നു. ഈ പിടിയിലായവർക്ക് SFIയുമായി ബന്ധമുണ്ടോ ഡാൻ? അങ്ങനെ ഉറപ്പിച്ചൊന്നും പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. മാത്രമല്ല, ഒരു കാര്യം എടുത്തു കാണേണ്ടത്, സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായെങ്കിൽ ആ വിമർശനവുമായി SFI ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ട് ആദ്യം രംഗത്തെത്തുന്നത് KSU ആണ്. പക്ഷേ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൻ്റെ മുൻപിൽ നിന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞത്, ഒരു രാഷ്ട്രീയ കക്ഷിക്കെതിരെയും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെതിരെയും ഈ ഘട്ടത്തിൽ ഒരു ആരോപണം ഉന്നയിക്കാൻ തങ്ങളില്ല. ആരാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന നിജസ്ഥിതി അന്വേഷിച്ച് പുറത്തു വരട്ടെ. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ആക്ഷേപമുണ്ട്. ഈ പരിശോധന നടന്നത് കേവലം ഒരു മുറിയിൽ മാത്രമാണ്. മറ്റ് സ്ഥലങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുന്നതിൽ എക്സൈസ് സംഘത്തിന് കഴിയാതെ പോയി എന്ന തരത്തിലുള്ള വിമർശനമാണ് KSU അടക്കം മുമ്പോട്ട് വെച്ചത്. എന്തായാലും 20 ഗ്രാം കഞ്ചാവാണ് ഈ ഹോസ്റ്റലിൽ നടത്തിയ പരിശോധനയിൽ എക്സൈസ് സംഘത്തിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതോടൊപ്പം തമിഴ്നാട് സ്വദേശികളായ 2 പേർ, ഇവർ ഈ ഏതെങ്കിലും ഒരു കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ക്യാമ്പസിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണോ, അതോ അവിടെ ഏതെങ്കിലും പഠനം നടത്തുന്ന വിദ്യാർത്ഥികളെ കാണാനെത്തിയ അവരുടെ സുഹൃത്തുക്കളാണോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തമായ വിവരം എക്സൈസ് ഇതുവരെ നൽകിയിട്ടില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് SFI തന്നെ നൽകിയൊരു പരാതിയിൽ ഇവിടെ പരിശോധന നടത്തണമെന്നുള്ള ഒരു ആവശ്യം എക്സൈസിന് മുമ്പിൽ വെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് സംസ്ഥാന വ്യാപകമായി ക്യാമ്പസുകളിൽ ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടി പോലീസും എക്സൈസും ചേർന്ന് നടപ്പിലാക്കുന്ന പരിശോധനകളുടെ ഭാഗമായി മിന്നൽ പരിശോധനയ്ക്ക് എക്സൈസ് സംഘം തയ്യാറായത്. ഇന്നലെയാണ് കോളേജിലെ ക്യാമ്പസുകൾ, അതായത് ഈ ഹോസ്റ്റലുകൾ അടക്കം മധ്യവേനൽ അവധിക്ക് വേണ്ടി അടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. പക്ഷേ അതിനുശേഷവും ചില വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ നിന്ന് മാറാൻ തയ്യാറാകാതെ അവിടെ തന്നെ റൂമുകളിൽ കഴിയുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതാണ് സംശയങ്ങൾക്ക് വഴിവെച്ചത്. അങ്ങനെയാണ് ഇവിടെ പരിശോധന നടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ ഇതുവരെ കടന്നിട്ടില്ല. അവർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 2 പേർ, തമിഴ്നാട് സ്വദേശികളായ 2 പേരുടെ മുറികളിൽ നിന്നാണ് ഇത് പിടിച്ചെടുത്തത് എന്ന വിവരം നൽകുന്നു. 20 ഗ്രാം കഞ്ചാവാണ് എന്ന വിവരം നൽകുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നതെന്നും പറയുന്നു. അതിനപ്പുറത്തേക്ക് ചില അഭ്യൂഹങ്ങൾ മാത്രമാണ് പ്രചരിക്കുന്നത്. അത് സ്ഥിരീകരിക്കാൻ കഴിയാത്തതിനാൽ ഈ ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ അതങ്ങ് പങ്കുവെക്കുന്നതിനും ചില പരിമിതികളുണ്ട്. ഡാൻ, നമുക്ക് ഈ അടുത്തിടെ പുറത്തു വന്ന വാർത്ത, അതായത് കളമശ്ശേരി പോളി ഹോസ്റ്റലിലെ വാർത്ത പരിശോധിച്ചാൽ അവർ ഈ പോളി ഹോസ്റ്റലിനുള്ളിലായിരുന്നു ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നത്. ലഹരി വാങ്ങാനായി സീനിയർ വിദ്യാർത്ഥികൾ പണപ്പിരിവ് നടത്തിയിരുന്നു. അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഈ തിരുവനന്തപുരത്ത് എങ്ങനെയാണ്, അവിടുത്തെ ഹോസ്റ്റലിൽ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ലഹരി ഇടപാടുകൾ? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ് ഡാൻ? അങ്ങനെയൊന്നും ഒരു വിവരവും പോലീസ് നൽകുന്നില്ല. ഏതെങ്കിലും ഒരു ക്യാമ്പസ്, അതായത് തിരുവനന്തപുരത്ത് നമുക്കറിയാം
ഈ ആളുകൾ ഒത്തുകൂടുന്ന പല സ്ഥലങ്ങളിലും ലഹരി മാഫിയ സംഘങ്ങൾ രാത്രികാലങ്ങളിൽ അവരുടെ ഇടത്താവളമായി ഉപയോഗിക്കാറുണ്ട്. ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ പോലെ തന്നെ തിരക്ക് കൂടിയ സ്ഥലങ്ങളിലും അവർ രഹസ്യമായി അവരുടെ ഈ ലഹരി വസ്തുക്കൾ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ സ്ഥലങ്ങൾ അവർ ഉപയോഗിക്കാറുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. മാത്രമല്ല ഈ ഒരു ഹോസ്റ്റലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ എല്ലാ ക്യാമ്പസുകളിൽ നിന്നുള്ള തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് വരെ അവിടെ പ്രവേശനം അനുവദിച്ചിട്ടുള്ള ഒരു ക്യാമ്പസാണ്, ഹോസ്റ്റലാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളടക്കം അവിടെ താമസിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ ഈ ലഹരി വസ്തുക്കൾ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന് പിന്നിൽ ഏകീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഏതെങ്കിലും ഒരു സംവിധാനമുണ്ടോ എന്ന് പരിശോധന ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ലഹരി ഉപയോഗിക്കുന്നവർ ആ ഹോസ്റ്റലിലുണ്ട്. അവർക്കത് എത്തിച്ചു നൽകുന്നത് ആരാണ്, എവിടെ നിന്നാണ് അതിന് ഒത്താശ ചെയ്യുന്നത്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ മെൻസ് ഹോസ്റ്റലിന് പുറമെ തിരുവനന്തപുരം നഗരത്തിലെ മറ്റ് ക്യാമ്പസുകളിലേക്ക് ലഹരി എത്തുന്നുണ്ട് എന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായ പരിശോധന നടത്താനാണ് എക്സൈസിന്റെയും പോലീസിന്റെയും സംയുക്തമായിട്ടുള്ള തീരുമാനം. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.